അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷെഡ്യൂൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? എന്താണ് തുടക്കം, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? എല്ലാവർക്കും കയ്യിൽ ഇപ്പോൾ തൊപ്പിയൊക്കെ തന്നിട്ടുണ്ടല്ലേ? ഓക്കെ, എന്തിനായിരിക്കും തൊപ്പിയൊക്കെ തന്നത്? എന്താ നടക്കാൻ? ഓക്കെ. സംസാരിച്ചിട്ടുണ്ട്. അല്ല, ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത എട്ടാണോ? അപ്പോഴാണ് പിന്നെ 3 പ്രാവശ്യം ഇട്ട് തോന്നിയിട്ടുണ്ട്. ലാസ്റ്റ് 67 എങ്ങനെ വന്നു. പിന്നെ വിശദമായിട്ട് അടുത്താണ്. അപ്പൊ മനസ്സിലായില്ലോ, വേറെ ദിവസം സൗകര്യമായിട്ട് വരും. നമുക്ക് ചൂടായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തിരിച്ചു കിട്ടും. C'est
सत्यसाई पादाम्बुजं भज रे मानस निरन्तरम् 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 परमपवित्रं पावनचरणं परमपवित्रं पावनचरणं परमपवित्रं पावनचरणं परमपवित्रं पावनचरणं कलिमलदहनं श्रीगुरुचरणं कलिमलदहनं श्रीगुरुचरणं कलिमलदहनं श्रीगुरुचरणं कलिमलदहनं श्रीगुरुचरणं भवभयनाशन दुरितनिवारण भवभयनाशन दुरितनिवारण भवभयनाशन दुरितनिवारण भवभयनाशन दुरितनिवारण पतिपुरीश्वर पङ्कजचरणं पतिपुरीश्वर पङ्कजचरणं पतिपुरीश्वर पङ्कजचरणं पतिपुरीश्वर पङ्कजचरणं भज रे मानस निरन्तरम् भज रे मानस निरन्तरं भज भज रे मानस निरन्तरम् भज रे मानस निरन्तरं सत्यसाई पादाम्बुजं भज रे मानस निरन्तरम् सत्यसाई पादाम्बुजं भज रे मानस निरन्तरं परमपवित्रं पावनचरणं परमपवित्रं पावनचरणं कलिमलदहनं श्रीगुरुचरणं कलिमलदहनं श्रीगुरुचरणं भवभयनाशन दुरितनिवारण भवभयनाशन दुरितनिवारण पतिपुरीश्वर पङ्कजचरणं पतिपुरीश्वर पङ्कजचरणं भज रे मानस निरन्तरम् भज रे मानस निरन्तरं भज भज रे मानस निरन्तरम् भज भज रे मानस निरन्तरं भज भज रे मानस निरन्तरम् അതായത് ഉത്തമ പൗരന്മാരാക്കി മാറ്റുക, അതിൻ്റെ ഭാഗം. വെക്കേഷൻ പഠനശീലം, വെക്കേഷൻ സമ്മർ ക്ലാസ് 2 മാസം അല്ല, ഇത് 2 ദിവസം. കാരണം ഇവർ പല ഇതായിട്ട് നമുക്ക് 2 ദിവസം കിട്ടും. ഇന്നലെ ഇന്ന് സമാപനം. എത്ര ക്ലാസ് പഠിക്കും? പെട്ടെന്ന് പെട്ടെന്ന് 10 താഴെ, ഹൈസ്കൂളിന് താഴെ, +1 ശ്രദ്ധിക്കും. അവിടെ പെട്ടെന്ന് പോകേണ്ട കാര്യം പെട്ടെന്ന് കാര്യം. അപ്പോൾ നമുക്കറിയാം എന്താ മാലിന്യം എന്താണെന്ന് അറിയാമല്ലോ. ശ്രദ്ധിച്ചേക്കണേ. ഇതെന്ന് പറയുന്നത് എന്താണ്? ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസാണ്. നഗരസഭയുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിൽ ഒരെണ്ണമാണ്, സോണൽ ഓഫീസുണ്ട്. ഇവിടെ നിന്ന് 5 വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് ഇവിടുത്തെ മാലിന്യ സംസ്കരണം നടത്തുന്നത്. അപ്പോൾ 5 വാർഡെന്ന് പറയുമ്പം നമുക്കിവിടെ 4 വാർഡുണ്ട്. ശ്രീവരാഹമുണ്ട്, മുട്ടത്തറ, കമലേശ്വരം, വള്ളക്കര. ഈ 5 വാർഡുകൾ ചേർന്നാണ് ഇവിടെ 4 സർക്കിൾ എന്ന് പറയുന്നത്. കോർപ്പറേഷൻ്റെ 25 സർക്കിൾ സോണൽ ഓഫീസിൽ പെടുന്ന ഒരു ഓഫീസാണ്. അവിടുത്തെ അധികാരി എന്ന രീതിയിൽ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്നു. അപ്പോൾ നമ്മുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് നഗരത്തെ മാലിന്യമുക്തമാക്കുക. ഒരു നഗരസഭയുടെ അല്ലെങ്കിൽ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ആ നഗരത്തെ നമ്മളെ വീട് പോലെ ഇല്ലേ, വീടൊക്കെ എങ്ങനെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കില്ലേ അല്ലേ? വൃത്തിയായി സൂക്ഷിക്കും. അതുപോലെ നമ്മൾ നഗരത്തെ മാലിന്യം അല്ലെ വൃത്തിയായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നഗരവാസികൾക്കും ഒപ്പം നഗരസഭയ്ക്കുമാണ് ഉത്തരവാദിത്വം അല്ലേ? നമ്മൾക്ക് ഓരോ പൗരന്മാർക്കും അതിനകത്ത് പ്രതിബദ്ധരാണ് ആ പ്രവൃത്തി. അപ്പം നമ്മളെല്ലാം ഇതിനകത്ത് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മളെ നഗരത്തെ മാലിന്യം അഴുകാത്ത വേസ്റ്റ്, പ്ലാസ്റ്റിക്, മറ്റേ പെറ്റ് ബോട്ടിൽസ് ഇല്ലേ, തെർമോക്കോൾ, ചെരുപ്പ്, ബാഗ്, ഒരുപാട് നമ്മൾ കാണുന്ന അഴുകാത്ത എല്ലാം അജൈവ മാലിന്യം. അപ്പോൾ ഈ മാലിന്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ വീടുകളിൽ മിക്സ് ചെയ്താണ് ഇടുന്നത്? ഇല്ല, പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്ലാസ്റ്റിക് പ്രത്യേകം മാറ്റിയേക്കണം. ജൈവ മാലിന്യം നമുക്ക് സാറിനെ വിളിച്ച്
വേണ്ട രീതിയിൽ ഒരു മിനിമം എത്ര വേണം 1 അവർ വേണം ഇത് നല്ല രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് വേസ്റ്റൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഡിസ്പോസ് ചെയ്യാന്നുള്ളൊരു ശാസ്ത്രീയ അവബോധം. നമുക്കൊരു പ്രതിജ്ഞ ചൊല്ലി നമുക്ക് പിരിയാം. ഓക്കെ, എല്ലാവരും കൈ ഫ്രണ്ടിലോട്ട് വെക്കുക. പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ ഇത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിൻ്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. പട്ടണം തിരുവും കൂടെ ചേർത്ത് വരുമ്പോൾ ഇതിന് സംസ്കൃതത്തിൽ വേറൊരു പേരുണ്ട്. ആർക്കെങ്കിലും അറിയോ? സാനന്തൂരം എന്നാണ്. സാനന്തൂരം. അതിൽ സാനന്തൂരത്തിനെ ലോപിച്ച് പുരം എന്ന് പറയുന്നത് തിരുആനന്തപുരം. തിരുആനന്തപുരത്തിനെ സംസ്കൃതത്തിൽ സാനന്തൂരം. അപ്പോൾ ഇതാണ്. ഇതൊക്കെ വലിയ ക്ലാസ് എത്തുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോൾ ഉള്ള ഒരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാണ് ഈ തിരുവനന്തപുരത്തിന് ഈ പേര് വരാൻ കാരണം? എങ്ങനെയാണ്? അനന്തൻ്റെ പേരിൽ നിന്നാണ് വന്നത്. എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നമുക്ക് നമ്മുടെ പുരാണങ്ങളിലനുസരിച്ച് ഒരു വലിയ മഹർഷി, ഒരു സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? അദ്ദേഹത്തിൻ്റെ പേരാണ് വില്ലുമംഗലം സ്വാമി. ഏതാണ് പേരെന്താണ്? വില്ലുമംഗലം സ്വാമി. ഈ കേരളത്തിലെ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളും സ്ഥാപിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ എന്നാണ് പറയുന്നത്, വില്ലുമംഗല സ്വാമിയുടെ പേര്. ഇപ്പോൾ വില്ലുമംഗല സ്വാമിയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം അദ്ദേഹം ശ്രീകൃഷ്ണനെ കാണണം, നേരിട്ട് കാണണം. ആരെ കാണണം? ശ്രീകൃഷ്ണനെ കാണണം. വില്ലുമംഗല സ്വാമി ഒരുപാട് തപസ് ചെയ്തു.
പൂജ ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പം വില്ലുമംഗലം സ്വാമിക്ക് ഒരിക്കലും ഈ ഇദ്ദേഹത്തെ കാണാൻ കഴിയുന്നില്ല. ആര്? ശ്രീകൃഷ്ണനെ കാണാൻ കഴിയുന്നില്ല. ആരെ കാണാനാണ്? ശ്രീകൃഷ്ണനെ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഒരു തേജോമയ വളരെ സുന്ദരനായ ഓമനത്തുള്ള മനോഹരനായ ഒരു കൊച്ച് ഈ സ്വാമിയുടെ അടുത്ത് കയറി വന്നു. അപ്പം പുള്ളി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഈ കൊച്ചു എന്ന് പറയാൻ എനിക്ക് പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തുകൂടി നമ്മൾ കടന്നുപോയി. അത് ഏത് സ്ഥലമാണെന്ന് പറയാൻ പറ്റും? പത്മനാഭസ്വാമി ക്ഷേത്രം അല്ല, അതിന് മുമ്പ് സ്വാമി വന്ന വീട്. ശരി, ആ വീട്ടില് എന്താ നടന്നത് എന്നുള്ളൊരു ഇൻസിഡൻ്റ് ഞാൻ പറയാൻ പോകുന്നത്. അത് നമ്മളിപ്പോൾ കയറിയ വീട് ഒരു രാജി എന്ന് പറഞ്ഞൊരു ആൻറ്റിയുടെ വീടാണ്. രാജി അവരുടെ തന്നെ ഒരു ആൻറ്റി തൊട്ട് റൈറ്റ് സൈഡത്തെ വീട്ടിലുണ്ടായിരുന്നു. ഓക്കെ, ആ വീട്ടിലെ ആൻറ്റി എന്ന് പറഞ്ഞത് ഒരു കുറച്ച് ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അവരുടെ പേരാണ് കൃഷ്ണാമ്പ എന്നാണ് അവരുടെ പേര്. ആ സമയത്ത് അവർ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ സ്വാമി ഈ വീട്ടിൽ വന്ന സമയത്ത് ഭയങ്കര ക്രൗഡ് സ്വാമിയെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ക്രൗഡ് വന്നു. ആ സമയത്ത് ഈ ആൻറ്റിയുടെ വീട് തൊട്ടപ്പുറത്തെ വീട്ടിൽ അവരുടെ അച്ഛൻ കൃഷ്ണസ്വാമി അയ്യങ്കാർ എന്നാണ് പേര്. പുള്ളിക്കാരന് സ്വാമിയുടെ അടുത്ത് വിശ്വാസമൊന്നുമില്ല. വെറുതെ സന്യാസി എന്നുള്ള രീതിയിൽ, നിങ്ങൾ എന്ത് വെറുതെ സന്യാസിയെ കാണാൻ പോകണമെന്നുള്ള രീതിയിൽ ഡോർ അടച്ചിട്ടു. അവരെ വിട്ടില്ല. റൈറ്റ് സൈഡത്തെ വീട്, നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ തിരിഞ്ഞ റൈറ്റ് സൈഡത്തെ വീട്ടിലാണ് ഇവരുള്ളത്. അതായത് ഈ നമ്മളിപ്പോൾ കണ്ട രാജിയുടെ ആൻറ്റിയുടെ സിസ്റ്റർ ആൻറ്റിയാണ്. അപ്പം അവിടെ സ്വാമി വന്ന് ഭയങ്കര ക്രൗഡായി. ഇവരെ വിടുന്നില്ല, അവർ പ്രഗ്നൻ്റുമാണ്. ഇവർക്ക് എന്തായാലും സ്വാമിയെ കണ്ടേ പറ്റും. കുറച്ച് കഴിഞ്ഞ് സ്വാമി നേരെ ഇപ്പം നമ്മൾ പോയ വീട്ടിൻ്റെ മുകളിൽ പോയി ഒരു പ്ലേറ്റിൽ, കുഴിയുള്ളൊരു പ്ലേറ്റിൽ ആഹാരമൊക്കെ വിളമ്പി കൊടുത്തു. സ്വാമി കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാമി പറഞ്ഞു, തൊട്ടപ്പുറത്തൊരു വീട്ടിൽ ഒരാൾ എന്നെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്, വരാൻ പറ്റുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ചെന്ന് വിളിച്ചുകൊണ്ട് വേണം. ഇത്രയേ പറഞ്ഞോളൂ. അപ്പം അവിടെ നിന്ന് ഡ്യൂട്ടീസ് എല്ലാം ഓടി ആ വീട്ടിൽ പോയി തട്ടിയപ്പോൾ പൂട്ടിയിട്ടിരിക്കുക. അവർ പ്രഗ്നൻറ്റുമാണ്. അങ്ങനെ ആ ലേഡിയെ സ്വാമി കാണണമെന്ന് പറയുമ്പോഴത്തേക്കും അവർ വന്ന് ഈ വീട്ടിൽ വന്നപ്പോഴത്തേക്കും സ്വാമി പറഞ്ഞു, പേടിക്കണ്ട, എത്ര മാസമായി എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു, ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. എന്നിട്ട് സ്വാമി അവിടെ ഇരുന്നൊരു ആപ്പിളിൽ ബ്ലെസ് ചെയ്ത്, ഒരു ഫ്രൂട്ടിൽ ബ്ലെസ് ചെയ്ത് അവിടുന്ന് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഡെലിവറി അവർ സിസറിൻ ആയിരുന്നതുകൊണ്ട് സെക്കൻഡ് ഡെലിവറി കോംപ്ലിക്കേഷൻ ആവുന്നൊക്കെ ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവരങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വാമി ഈ ഫ്രൂട്ട് കൊടുത്തിട്ട് പറഞ്ഞു, പേടിക്കണ്ട, നോർമൽ ഡെലിവറി ആയിരിക്കും. അങ്ങനെ സ്വാമി വന്നു പോയി. അങ്ങനെ കറക്റ്റ് ഡെലിവറി സമയം ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു, എന്തായാലും നിങ്ങൾക്കിത് സിസറിൻ ചെയ്തേ പറ്റൂ, കോംപ്ലിക്കേഷൻ ഉണ്ട്, എന്തായാലും ചെയ്തേ പറ്റൂ. ലാസ്റ്റ് ഇവരെ ഒരു സ്ട്രെച്ചറിലാക്കി ആ ഹോസ്പിറ്റലിൻ്റെ വരാന്തക്കൂടി ഇങ്ങനെ കൊണ്ടുപോവാണ്. പെയിൻ വരുന്നില്ല, സിസറിനെല്ലാം റെഡിയായി. ലാസ്റ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മുകളിൽ നോക്കുമ്പോൾ ഹോസ്പിറ്റലായിട്ടല്ല കാണുന്നത്, ഫുൾ ആകാശം, ക്ലൗഡ് എല്ലാം ഇങ്ങനെ ആകാശം വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലൗഡ്സൊക്കെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ പ്രാർത്ഥിച്ച് പോയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് രക്ഷയില്ല, സിസ്റ്റം ചെയ്തേ പറ്റും പറഞ്ഞ് ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുക, സ്ട്രെച്ചറിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അവർ ലാസ്റ്റ് അവർ വിഷം വെച്ച് എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാതെ സ്വാമിയുടെ പ്രാർത്ഥിച്ചു. അപ്പോൾ സ്വാമിയെടുത്ത് ഇവർ പ്രാർത്ഥിച്ചത്, നീ ചൊന്നത് പൊയ്യ പ്രാർത്ഥിച്ചു കരഞ്ഞ് വിളിക്കുകയാണ്. പെട്ടെന്ന് അവിടെ ഭയങ്കര വെളിച്ചം പോലൊരു സംഭവം വന്നു. ഭയങ്കര വെളിച്ചം വന്നിട്ട് ഇവർക്ക് അറിഞ്ഞുകൂടെ ഇവർ എവിടെ നിൽക്കുന്നതെന്നുള്ളത്. പെട്ടെന്ന് അവർക്ക് പെയിൻ വന്നു. പിന്നെ പെട്ടെന്ന് ഡോക്ടേഴ്സ് പെയിൻ വന്നപ്പോഴത്തേക്കും അവർ പിന്നെ കംപ്ലീറ്റ് സംഭവങ്ങൾ മാറി. സിസറിൻ എന്നുള്ള സർജറി എന്നുള്ള പ്രൊസീജിയറെ മാറി. പെട്ടെന്ന് അവർ നോർമൽ ഡെലിവറി പോയി. നോർമൽ ഡെലിവറി ആയിരുന്നു പിന്നെ. എന്നിട്ട് ആ കുഞ്ഞിന് അവർ സായി ദേവ് എന്ന് പേരിട്ടു. ഓക്കെ,
ഇതാണ് ഇവിടെ നമ്മുടെ തൊട്ട് നെയ്ബർ ഹൗസിൽ നടന്നത്. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഒരു പുണ്യഭൂമിയിലാണ്, പത്മനാഭ സ്വാമിയുടെ പുണ്യഭൂമി. നിങ്ങൾക്ക് ഇവിടെ ഒരു ഭാഗ്യം എന്നുള്ളത് ഇതിൻ്റെ അടുത്ത് തന്നെ സ്വാമി വന്ന് ഇതിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ ക്ലാസ്സിനും ഈ ഒരു പരിസരത്ത് വരാനും ഭജനയ്ക്ക് പങ്കെടുക്കാനും അവസരം കിട്ടും. ഓക്കെ, ശരി. കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത് അല്ലേ? അപ്പോൾ ഞങ്ങൾ ശ്രദ്ധ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ബുദ്ധി കുറവുള്ള ആൾക്കാരുടെ, കുട്ടികളുടെ എന്ന് പറയാൻ പറ്റില്ല, ആൾക്കാരുടെ, കുട്ടികളുമുണ്ട്, ഇങ്ങനെയുള്ള പാരൻസിൻ്റെ ഒരു അസോസിയേഷനാണ്. അവിടെ ഞങ്ങളൊരു സുഭാഷ് നഗറിലൊരു ട്രെയിനിങ് സെൻറ്റർ നടത്തുന്നുണ്ട്. സമിതിയിൽ നിന്ന് എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ ഒക്കെ സാറ് പറഞ്ഞതുപോലെ നമ്മുടെ പാർത്ഥസാരഥി ഡോക്ടർ അവിടെ വന്ന് നമ്മുടെ കുട്ടികളെയൊക്കെ പരിശോധിക്കുന്നുണ്ട്, ചികിത്സിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ മോളാണ് നീലിമ. റെഡിയാണ്? നീലിമ റെഡി? റെഡി? നേരത്തെ റെഡിയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. നോക്കിയിട്ടുണ്ടോ? വച്ചിട്ട് മൂന്ന് നടന്നു പോയാലേ പറ്റുള്ളൂ, ബക്കറ്റിൽ നിന്ന് വരുള്ളൂ. നോക്കിയിട്ടുണ്ടോ? നോക്കുന്നത് തെറ്റാണ്. പേപ്പർ വേസ്റ്റ് ചെയ്തിടണം, കളർ നോക്കിയിടണേ. പേപ്പർ പേപ്പർ ഏതാണ്? പേപ്പർ മാത്രമാണ് ചെയ്യുന്നത്. 2 തേക്ക് അരിയും കൂടെ കളറിക്കുന്നത്. പിന്നീട് കടന്നെടുത്ത് മലക്കറി യൂണിവേഴ്സിറ്റി ഏതിലാണ്? പേപ്പർ പേപ്പർ മലക്കറി യൂണിവേഴ്സിറ്റി കറക്റ്റായിട്ടിടുന്നതല്ല. ഇവിടെ എളുപ്പം ഇവർ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. 3 പേരും കുറച്ച് മടിയുടെ ആളുകളായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. വേറെ കുട്ടികളും വെറുതെ ഇന്ന് ഓക്കെ. കറക്റ്റാണ് ഇട്ടത്. ഒരു വേദന ഇട്ടത്. കുട്ടി ഇതിനകത്താണ് ഇടാനുള്ള, കുട്ടി ഇതിനകത്ത് ഇടാനുള്ളത്. ഏതാണ്? പ്ലാസ്റ്റിക് ഏത്? ഞാൻ കറക്റ്റല്ലിട്ട് ഞാൻ വിചാരിച്ചത് നോക്കൂ. പിന്നെ ഈ കളറിൽ ഏതാണ് ഇടാനുള്ള? ശരിയാണോ ചെയ്യുന്നത്? ഇല്ല അല്ലേ, കുറച്ചേരം തെറ്റിപ്പോയി അല്ലേ? ഈ പരിപാടി ചെയ്യാണ്. അപ്പം എത്ര സമയം വേണം? 1/2 മിനിറ്റ് മതിയാ പോരെ? 1/2 മിനിറ്റ് ധാരാളം അല്ലേ? അപ്പം ഇത് 3 തരം തിരിച്ച് അതാത് ബക്കറ്റുകളിൽ കറക്റ്റായിട്ട് ഇടുക. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഒരു 1/2 മിനിറ്റ് ഒന്നും എടുത്തില്ല അല്ലേ? അതിന് മുമ്പ് തന്നെ ചെയ്തത്. എടുക്കണം. നല്ലൊരു ക്ലാസ് കൊടുത്ത്. അർച്ചിത, സായി ഗ്രീഷ്മ, വൈഷ്ണവി. അപ്പോൾ ഇവർ 3 പേരും. അപ്പോൾ എന്താണ് ചെയ്യണമെന്ന് അറിയാമല്ലോ.
കണ്ടു. ഇനി പറഞ്ഞു തരണ്ടല്ലോ? ഇല്ല. ഇപ്പൊ റെഡിയാണ്, അവർ ചെയ്യാൻ ആവേശം കൊണ്ട് നിൽക്കുകയാണ് അല്ലേ? ഇപ്പൊ റെഡി? 1 2 3 സ്റ്റാർട്ട്. നമ്മുടെ സ്മോൾ ടോക്കൺ ഓഫ് ലവ് പോലെ ആൻറ്റിമാർക്ക് 3 കുട വെച്ചിട്ടുണ്ടല്ലേ. അപ്പം നമ്മുടെ ചന്ദ്രാൻറ്റീനെ വിളിക്കുകയാണ്. നെക്സ്റ്റ് സന്ധ്യയ്ക്ക് വരണേ. സർക്കിളിൽ ഇങ്ങനെ ഒരു ആദരവ് ഞങ്ങൾക്ക് ഇപ്പോൾ കൗൺസിലർ വഴിയല്ലാതെ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ നമ്മുടെ ഒരു സായിബാബ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് ഒരു അംഗീകാരം ഞങ്ങൾക്ക് തരുന്നത് വളരെ ഒരു നന്ദിയായിട്ട് നമസ്കാരം ഞാൻ ചെയ്യുന്നു. നല്ല വാക്കുകൾ, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വാക്ക്. ഇപ്പൊ നിനക്ക് ഇവൻ്റെ അടുത്ത് പറയാം, ഇവിടുന്ന് പോവാൻ പറയാം. എങ്ങനെയൊക്കെ പറയാം? നീ ഇവിടുന്ന് ഒന്ന് പോവുമോ? വേറെ ഒരു രീതിയിലും പറയാം. എങ്ങനെ പറയാം? ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞോളൂ. നമ്മൾ ഏത് വാക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടത്? ആദ്യം പറഞ്ഞത് എത്രത്തോളം പൊളൈറ്റായിട്ട് നമുക്ക് പറയാൻ കഴിയുമോ അതെന്ത് ചെയ്യാം, നമ്മൾ പറയുക. അപ്പോൾ രണ്ടാമത്തെ ഏതാണ്? നല്ല വാക്ക് അല്ലേ? നമ്മൾ ഒന്ന് ആദ്യം പറഞ്ഞ ഏതാണ്? നല്ലത് കാണുക, നല്ലത് പറയുക, നല്ലത് കേൾക്കുക. ഇവിടെ ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ കഥയിൽ ഏതും ബാധകമാണ്, നല്ലത് കേൾക്കുന്നതും ബാധകം. നമ്മളിപ്പോൾ ഒരു പാട്ട് കേൾക്കുന്നു. നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മഹാവികൃതിയായൊരു കുട്ടി. പക്ഷേ അവൻ ഇത്രയും വികൃതനൊക്കെ ഉണ്ടെങ്കിലും അവൻ എന്തു ചെയ്യും? നല്ല മനോഹരമായി പാടും. അവൻ അടുത്തിരിക്കുന്ന കുട്ടികളെ പെൻസിൽ ഒരു കുത്തും, അടിക്കും, പിടിച്ചു കൊള്ളും. ഇതെല്ലാം ഉണ്ടെങ്കിലും എന്ത് ചെയ്യും? പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? മനോഹരമായിട്ട് പാടും. അവനെ നമുക്ക് നന്നാക്കാനുള്ള ഒറ്റ എളുപ്പ വഴിയേ ഉള്ളൂ. ഏതാണ്? അവനോട് നമ്മൾ എന്ത് പറയുക? നീ നല്ല മനോഹരമായി അല്ലെങ്കിൽ നല്ല രസകരമായി നീ എന്ത് ചെയ്യുന്നു? പാടുന്നു. ഇങ്ങനെ എല്ലാവരും അവനോട് പറയുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന വികാരം എന്താണ്? എല്ലാവർക്കും എന്നെ എന്താണ്? ഇഷ്ടമാണ്. ഞാൻ ഇനി എന്തെങ്കിലും വേലത്തരം കാണിച്ചു കഴിയുന്നതോടെ ആ ഇഷ്ടം എന്തു ചെയ്യും? ഇല്ലാതാവും. നമ്മളുടെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കണം? നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, നല്ലത് മാത്രം കണ്ടെത്തുക എന്ന് പറഞ്ഞതുപോലെ, അതുപോലെ നമ്മൾ പറയുന്നതും എങ്ങനെ ആയിരിക്കണം? നല്ലത് പറയുക. നമ്മൾ മലയാളിയൊക്കെ ഒരു പ്രത്യേക ശീലമുണ്ട്. അപ്പോൾ ഇവൻ ഒരു നല്ല പടം വരച്ചു. ഇവൻ പടം വരച്ച് നിങ്ങളെ കൊണ്ട് കാണും. നല്ല മനോഹരമായ പടം നിങ്ങളെ കൊണ്ട് കാണിച്ചു. കൊള്ളാമോ എന്ന് ചോദിച്ചു. ഒരിക്കലും നമ്മൾ കൊള്ളാമെന്ന് പറയില്ല. നമ്മൾ പറഞ്ഞ എന്താ? കുഴപ്പമില്ല. അത് നമ്മളൊരു ശീലമാണ്. അല്ലെങ്കിൽ നമ്മൾ യേശുദാസിൻ്റെ ഒരു പാട്ട് കേട്ടു, അത് ചിലപ്പോൾ നമ്മൾ കൊള്ളാമെന്ന് പറയും. കാരണം നമ്മൾ മോശമൊന്നും ആളുകൾ എടുത്തിട്ട് അടിക്കും.
നമ്മുടെ കൂടെയുള്ള ഒരാൾ നല്ല ഭംഗിയായിട്ട് പാടി പാട്ട് കൊള്ളാമോ? ആ, തരക്കേടില്ല. ഒരിക്കലും നമ്മൾ എന്ത് പറയില്ല, കൊള്ളാം അല്ലെങ്കിൽ നല്ലതാണ് എന്ന് പറയില്ല. നമ്മൾ എന്ത് ശീലിക്കണം? നല്ലതിനെ നമ്മൾ എന്ത് തന്നെ പറയണം? നല്ലതെന്ന് പറഞ്ഞാൽ ചീത്തയെ നമ്മൾ ചീത്ത എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് ചിന്തിക്കണം. കാരണം എന്താ? ഈ നമ്മൾ കേട്ട കാര്യം നമ്മൾ ചീത്ത എന്ന് പറയുമ്പം പറഞ്ഞവന് അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖം അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാകുമെങ്കിൽ നമ്മൾ ആ മോശം എന്ന് പറയരുത്. പകരം നമുക്ക് എന്ത് പറയാം? ആ, തരക്കേടില്ല, കുറച്ചുകൂടെ ശ്രമിച്ചാൽ എന്ത് ചെയ്യാം? നന്നാവാം. അതിൻ്റെ അർത്ഥം എന്താണ്? ശരിക്ക് നമ്മൾ കറക്റ്റായിട്ട് നോക്കാൻ അർത്ഥം എന്താണ്? നീ പാടിയത് ശരിയായില്ല, നേരാമണ്ണം പഠിച്ചാൽ നിനക്ക് എന്ത് ചെയ്യാം? പാടാം. പക്ഷെ നമ്മൾ പറഞ്ഞത് എന്താണ്? കുഴപ്പമില്ല, കുറച്ചുകൂടെ എന്ത് ചെയ്യണം? ശ്രമിക്കണം. സ്കൂളുകളിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിനോടും ഞാൻ പല സ്കൂളുകളിലും ക്ലാസ് എടുക്കാൻ പോയിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും കുട്ടികളെ നമ്മൾ കമ്പയർ ചെയ്യും മറ്റുള്ള കുട്ടികളുമായി. ജനറ്റിക്കലായിട്ട് എല്ലാവരും ഡിഫറെൻ്റാണ്. ടീച്ചേഴ്സ് പറയുന്നത് എന്താണ്? നിനക്കെന്തുകൊണ്ട് ഇത്രയും മാർക്കില്ല, അവന് ഇത്രയും കിട്ടിയേ? അവനത്രയും കിട്ടി, അവന് കിട്ടിയ അത്രയും മാർക്ക് നിനക്ക് കിട്ടണമെന്നുണ്ടോ? മാർക്ക് കുറഞ്ഞ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഏക വഴിയെന്ന് പറയുന്നത് എന്താണ്? അവിടെ നമ്മൾ നല്ലതാണ് പറയാനുള്ളത്. അവന് ബോധ്യപ്പെടണം എന്താണ്? എനിക്ക് മാർക്ക് ടീച്ചർ പറയാൻ അല്ലെങ്കിൽ ആ രക്ഷകർത്താവായാലും പറയേണ്ടത് അവൻ നിന്നെപ്പോലെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, നീയോ അവനെപ്പോലെ ഭംഗിയായിട്ട് പഠിക്കും. പിന്നെ നിനക്കെന്ത് ഇത്രയും മാർക്ക് കുറഞ്ഞ അടുത്ത പ്രാവശ്യം നിനക്ക് അവനെക്കാളും കൂടുതൽ മാർക്ക് കിട്ടണമെങ്കിൽ നീ എന്ത് ചെയ്താൽ മതി? നന്നായിട്ട് പഠിച്ചാൽ മതി. ഏതാണ് മോന് ബാലവികാസ് സ്റ്റുഡൻ്റ് ആകണോ? ആകണം. ശരി. അപ്പം ബാക്കി എല്ലാവരും ഏറ്റവും ബാക്കിലിരിക്കുന്ന 5 പേര്, നിങ്ങൾ 5 പേരും ബാലവികാസ് സ്റ്റുഡൻസ് ആണോ? മക്കളാണോ? ആണോ? ആരാണ് ആരല്ല? ബാലവികാസ് സ്റ്റുഡൻ്റ് എന്നുള്ളവർ കൈ പൊക്കണം. വാഹനം ഓടിക്കാൻ പാടില്ല. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ എത്ര രൂപയാണ് പിഴയെന്നറിയാമോ? പുതിയ റൂൾ അനുസരിച്ച് അറിയാമോ? +1 അഡ്മിഷൻ കിട്ടുകയുള്ളൂ. ശരിയാണോ? ശരിയാണ്. അതുപോലെയാണ് നമ്മൾ എല്ലാ കാര്യത്തിനും നമുക്ക് ജീവിതത്തിൽ ഒരു റൂൾസ് ഉണ്ട്. ആ റൂൾസ് നമ്മൾ പാലിക്കണം. മനസ്സിലായോ? അപ്പോൾ ട്രാഫിക് റൂൾസ് ആർക്ക് വേണ്ടിയാണ് വച്ചിരിക്കുന്നത്? നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് വച്ചിരിക്കുന്നത്. ശരിയാണോ? ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ട്രാഫിക് റൂൾസ് നിർബന്ധമായും പാലിക്കപ്പെടണം. ഇനി അല്ലേ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, ഒരിക്കലും റോഡിൽ ഓടരുത്, ഓടി നടക്കരുത്. എന്ത് പറ്റും? ആക്സിഡൻസ് ഉണ്ടാവും. സോ ഡോണ്ട് റൺ ഓൺ റോഡ്സ്. എപ്പോഴും സൂക്ഷിക്കണം. എപ്പോഴും വണ്ടികളുണ്ടാവും, പലതരത്തിലുള്ള വെഹിക്കിൾസ് വരും, സ്പീഡ് കൂടിയത് വരും. അപ്പോൾ നമ്മൾ സേഫ് ആവണം അല്ലേ? അപ്പോൾ നമ്മളെപ്പോഴും ബി കെയർഫുൾ ഓൺ റോഡ്സ്. സോ ഡോണ്ട് റൺ ഓൺ റോഡ്സ്. ഇതെൻ്റെ സൈൻ ബോർഡാണ്. സി റണ്ണിങ്ങിൻ്റെ അവിടെ ഒരു സ്ലാഷ് ഇട്ടിരിക്കുന്നുണ്ടോ? ദിസ് ഇസ് എ സൈൻ ബോർഡ് ഫോർ ഡോണ്ട് റൺ ഓൺ റോഡ്സ്. നെക്സ്റ്റ് പെഡസ്ട്രിയൻ. സോ വീണ്ടും നമ്മളോട് പറയുന്നത് സ്ലോ ഡൗൺ, ബി കെയർഫുൾ എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഒരു സൈൻ ബോർഡ് കണ്ടാൽ ഇതിൻ്റെ സൈനാണ്. നെക്സ്റ്റ് സ്വാമിയുടെ പാതാരബിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ജയ് സായിറാം. നിങ്ങളെല്ലാം ബാലവികാസ് കുട്ടികളാണല്ലോ. സ്വാമിയുടെ ഭയങ്കര അടുത്ത് സ്വാമിയെ പറ്റി അറിയാവുന്ന, ഏറ്റവും അടുത്ത് അറിയാൻ പറ്റുന്ന കുട്ടികളാണ്. നേരത്തെ ഇവിടെ സാർ പറഞ്ഞ പോലെ ചെറുപ്രായത്തിലേ സ്വാമിയുടെ അടുത്ത് വന്ന് സ്വാമിയെ പറ്റി, സ്വാമിയുടെ നല്ല കാര്യങ്ങൾ, പഠിപ്പിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന മഹാഭാഗ്യമുള്ളവർ.
നമ്മൾ എനിക്ക് തന്നിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കാലാവസ്ഥ വ്യതിയാനം, ക്ലൈമറ്റ് ചേഞ്ചും പൊല്യൂഷനുമാണ്. അപ്പം അത് നിങ്ങൾക്കൊക്കെ എത്രത്തോളം അത് പ്രയോജനപ്പെടുമെന്നറിയില്ല. എന്നാലും നിങ്ങൾ ബാലവികാസ് കുട്ടികൾ എങ്ങനെ ഒരു ലൈഫ് ജീവിക്കുമ്പോൾ ഡിസിപ്ലിൻഡായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതനുസരിച്ച് തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ഡിസിപ്ലിനിലാണ് പോകുന്നത്. അത് നിങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ ഉൾക്കൊണ്ട അതിന് എക്സ്ട്രാ പോയിൻറ്റ്സാണ്. അത് നമുക്കിപ്പം മനസ്സിലാവില്ല. ജീവിതത്തിൽ പിന്നെ അങ്ങോട്ട് ചെല്ലും തോറും നിങ്ങൾക്കതെല്ലാം ഉൾക്കൊണ്ട് വലിയ വലിയ സ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സ്വാമി തരുന്ന ഓരോ ഗൈഡ് ലൈൻസാണ്. അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾ തന്നെ ഇപ്പം സാർ പറഞ്ഞ പോലെ ഓരോ ചുവടുവെപ്പിലും സ്വാമി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച അപ്പം നമുക്ക് ആൻസർ തരുന്ന ഒരു ദൈവമാണ്. നമ്മൾ പണ്ടൊക്കെ രാമൻ കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കും. പക്ഷേ ഇപ്പം നമ്മുടെ പേഴ്സണൽ ഗോഡാണ് സ്വാമി. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കുറച്ച് കാര്യം ഞാൻ പഠിച്ചിട്ടുള്ള ഊട്ടി സ്കൂളിൽ സ്വാമി ഞങ്ങൾക്ക് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഉണ്ടായിരുന്ന ജീവിത സാഹചര്യം, അതായത് ഓരോ രാവിലെ എണീറ്റാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് ജ്യോതി മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്കൊക്കെ ചെയ്യുന്നുണ്ടോയെന്നറിയില്ല. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ജ്യോതി മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ജ്യോതി മെഡിറ്റേഷൻ. രാവിലെ എണീറ്റ ഓംകാരം സുപ്രഭാതം നിർബന്ധമായിരുന്നു. അതായത് ഒരു 5 മണി അല്ല 5:30 6 മണി ആയാലും രാവിലെ എണീറ്റ സ്വാമിയെ ഓർക്കുക. നമ്മൾ തന്നെയാണ് സ്വാമി. അതുകൊണ്ട് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന സ്വാമിയെ നമ്മൾ ഉണർത്തുന്നതാണ് സുപ്രഭാതം. ആ സുപ്രഭാതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മെഡിറ്റേഷൻ കഴിഞ്ഞ് ഫുഡ് കഴിക്കുന്ന ഫുഡിൻ്റെ രീതി, ഈ പൊല്യൂഷൻ സംബന്ധിച്ചിടത്തോളം നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള ആഹാര ക്രമങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ വീട്ടിലുണ്ടാക്കി തരുന്ന പേരൻസ് ഉണ്ടാക്കി തരുന്ന ഫുഡ് മാത്രമേ കഴിക്കാവുള്ളൂ. പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ് ഒന്നും കഴിക്കാതിരിക്കുക. കാര്യം അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ഒ പി ഡിസ്പെൻസറിയിൽ ഇങ്ങനെ വരും കുട്ടികൾ, ഓരോ അസുഖങ്ങൾ. ഈ പ്രായമുള്ള കുട്ടിയാണ് ഒരിക്കൽ വന്നിട്ട് പറഞ്ഞ് ഭയങ്കര വയറുവേദന. അമ്മയ്ക്ക് അച്ഛനും അറിഞ്ഞൂടെ എന്താ വയറുവേദന എന്ന്. വയറുവേദന 1 മാസമായി 2 മാസമായി കുട്ടി സ്കൂളിൽ പോകുന്നില്ല. അവസാനം എന്തുവാ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ലിവർ ഉണ്ട് ഇത്രയും ബുമ്മായിട്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? ആരാ ചിപ്സൊക്കെ കൂടുതൽ കഴിക്കുന്നത്? ചിപ്സ്, പിന്നെ ബർഗർ, അങ്ങനത്തെ മാഗി നൂഡിൽസ്, ഇങ്ങനത്തെ വെറും ഇതായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. കാര്യം ഇത് കുറേ നാൾ ചെല്ലുമ്പം ഈ നമ്മളുടെ ലിവർ അതൊന്നും ഡൈജസ്റ്റ് ചെയ്യാതെ പിന്നെ വീർത്തിട്ട് പിന്നെ അത് ഒരു സിറോസിസ് എന്ന് പറയുന്ന സ്റ്റേജ് ആവും, പിന്നെ ക്യാൻസർ ആവും. അതുകൊണ്ട് അങ്ങനത്തെ ഫുഡേ ഉപയോഗിക്കരുത്. വീട്ടിലുണ്ടാക്കിയേ കഴിക്കാവുള്ളൂ. മധുര പലഹാരങ്ങൾ അധികം കഴിക്കല്ല്, ക്രീമുള്ള അധികം കഴിക്കല്ല്. ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നില്ല. സ്കൂളിൽ നിന്ന് പെട്ടെന്ന് കിട്ടുന്ന ഫ്രൈഡ് റൈസ്, ബിരിയാണി, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വല്ലപ്പോഴും കുഴപ്പമില്ല. സ്വാമി നമുക്ക് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടില്ല. സ്വാമി പ്രത്യേകിച്ചും സ്വാമിയുടെ കോളേജ് സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ പറയാറുണ്ട്, നിങ്ങൾ പുറത്തു പോയാൽ വഴിയോര തട്ടുകടയിൽ നിന്നും അങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കരുത്. കാര്യം അതിൻ്റെ അകത്ത് ഒരുപാട് യൂസ് ചെയ്ത എണ്ണ തന്നെയായിരിക്കും അത് യൂസ് ചെയ്യുന്നത്. അവർക്കറിയത്തില്ല. അതുകൊണ്ട് എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കാതിരിക്കുക. എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. പിന്നെ ഇത് എക്സ്ട്രാ ആയിട്ട് പൊല്യൂഷനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത്? ഇത് ഒരുപാട് നമ്മൾ ആഹാരം വേണ്ടെങ്കിലും വാങ്ങിച്ചു കൂട്ടിയിട്ട് കളയുമ്പോൾ എന്തുവാ, അത്രയും ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഫുഡ് വെറുതെ കളഞ്ഞിട്ട് പൊല്യൂഷൻ ഉണ്ടാവും. You are
മിക്സാണ്. ശ്രദ്ധിക്കുക. ഇന്നിവിടെ നടന്ന ഈ ഒരു പ്രോഗ്രാം, ഇന്നും ഇന്നലെയും നടന്ന ഈ 2 ദിവസവും നടന്ന പ്രോഗ്രാം ശരിക്കും ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ട് മാത്രമാണ്. ഭഗവാന്റെ ഏറ്റവും വലിയൊരു ഗ്രേസാണ് ഇത്രയും കുട്ടികൾ ഈ ശിബിരത്തിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ എത്രയോ വർഷമായി, 4-5 വർഷമായി നമ്മൾ ശിബിരം നടത്തുന്നുണ്ട്. പക്ഷേ മാക്സിമം 15 കുട്ടികൾ അല്ലെങ്കിൽ ഒരു 16-17 കുട്ടികൾ, ഇത്രയും കുട്ടികളാണ് പങ്കെടുക്കുന്നത്. പക്ഷേ സംബി സാറ് മെനഞ്ഞാന്ന് ഒരു 2 ദിവസത്തിന് മുമ്പാണ് ഈ ശിബിരം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മൾ സിൻസിയറായിട്ട് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അത്, നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ ഭഗവാൻ 100 സ്റ്റെപ്പ് നമ്മൾ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ എന്താണ്, സ്വാമിയുടെ ആ ഗ്രേസാണ്. ഇത്രയും കുട്ടികൾ നിങ്ങൾക്ക് വരാനും ഭഗവാന്റെ ഗ്രേസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ശിബിരത്തിൽ പങ്കെടുക്കാനും സ്വാമിയുടെ ഓരോ കാര്യങ്ങൾ, ഓരോ തത്വങ്ങൾ, ഓരോ മൂല്യങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ അത് പകർത്തണം. അതാണ് വേണ്ടത്. അല്ലാതെ ഇവിടെ ഇരുന്ന് കേട്ട് നിങ്ങൾ ഗെയിംസ് എല്ലാം കളിച്ചു, ആ ഗെയിംസിൻ്റെ ബാക്കിലുള്ള അതിൻ്റെ വാല്യൂ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വേണം പോകാൻ. അപ്പം എന്തായാലും വളരെ സന്തോഷമുണ്ട്. അടുത്ത വർഷവും നിങ്ങൾ ഇതുപോലെ വരുമോ? എല്ലാവരും പറഞ്ഞേ, വരുമെന്നുണ്ടെങ്കിൽ യെസ് എന്ന് ഉറക്കം പറയണം. സായിരാം. അപ്പം ഇത് ഇനി നിങ്ങൾ വരേണ്ടത് മെയ് 1 ഈശ്വരാംബ ഡേ ആണ്. ഈശ്വരാംബ എന്ന് പറയുന്നത് സ്വാമിയുടെ അമ്മയാണ്. അമ്മയുടെ സമാധി ദിവസമാണ് നമ്മൾ ഈശ്വരാംബ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അത് സ്വാമി കുട്ടികളുടെ ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. കുട്ടികൾക്ക് ഒരുപാട് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം മാതൃപൂജയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ മടിയിലിരിക്കാം, അമ്മ ഉമ്മ തരും, അമ്മയുടെ പാദങ്ങൾ പൂജിക്കാം. അപ്പം ഇന്നിവിടെ പങ്കെടുത്ത എല്ലാ കുട്ടികളും മെയ് 1 രാവിലെ ഇവിടെ 9 മണിക്ക് ഇവിടെ വരണം, മാതൃപൂജ ചെയ്യാം. ബാലവികാസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കുകയും ചെയ്യാം. ഇവിടെ ബാലവികാസിൽ ഇല്ലാത്ത കുട്ടികൾ ബാലവികാസിൽ ചേരണം. സമിതിയിൽ ബാലവികാസമുണ്ട്. സ്വാമിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും, കൂടുതൽ മൂല്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം. അങ്ങനെ സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായിട്ട്, കുടുംബത്തിലും സമൂഹത്തിലും നല്ലൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് വളർന്നു വരാൻ പറ്റും. പഠിത്തം മാത്രം പോരാ, അല്ലേ? സ്വാമി പറയുന്ന എൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ക്യാരക്ടർ എന്നാണ്. സ്വഭാവ രൂപീകരണമാണ് വേണ്ടത്, അല്ലാതെ ഒരുപാട് ഡിഗ്രികളല്ല നമുക്ക് സമ്പാദിക്കേണ്ടത്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. ഇന്നിവിടെ സംസാരിച്ച വിശിഷ്ട വ്യക്തികൾ ശ്രീ മലയൻകീഴ് ഗോപാലകൃഷ്ണ സാറ്, നഗരത്തെ ഞാൻ ഒരുപാട് സെഷനിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ സമിതിയുടെ പേരിൽ സാറിന് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. അതുപോലെ ശ്രീ വിജയകൃഷ്ണൻ സാർ ശ്രദ്ധയിൽ നിന്നൊന്ന് ഫിസിക്കലി ചലഞ്ചഡായിട്ടുള്ള കുട്ടികൾക്ക് അവരെ എങ്ങനെ ശുചീകരണ പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ഡെമോൺസ്ട്രേറ്റ് സമിതിയിൽ ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു, ചെയ്ത് കാണിച്ചു തന്നു. സാറിനും നമ്മുടെ സമിതിയുടെ പേരിൽ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അടുത്ത ശ്രീ അജയ് കുമാർ സാർ EHV കുറിച്ചാണല്ലേ ക്ലാസ് എടുത്തത്. അപ്പോൾ സാറിനും പ്രത്യേക നന്ദി പറയുന്നു. റോഡ് സുരക്ഷയെക്കുറിച്ച് ട്രാഫിക് നിയമങ്ങളെയും മറ്റും അഡ്വക്കേറ്റ് രാജപ്രതാപ് സാറ് സ്വാമിയുടെ ഏറ്റവും വലിയൊരു ഡിവോട്ടിയാണ്. വൈഫ് കഴിഞ്ഞ ദിവസം നമുക്ക് ക്ലാസ് എടുത്ത്, ആരാണ്? ശാരദ ആൻറ്റി. ശാരദ ആൻറ്റി സ്വാമിയുടെ സ്റ്റുഡൻ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ശാരദ ആൻറ്റിയുടെ ഹസ്ബൻഡാണ് അഡ്വക്കേറ്റ് രാജപ്രതാപ് സാർ ഇന്ന് ക്ലാസ് എടുത്തത്. സാറിനും പ്രത്യേകം നന്ദി നമ്മുടെ സമിതിയുടെ പേരിൽ അറിയിക്കുന്നു. അടുത്ത ഡോക്ടർ ലക്ഷ്മി മനോജ് മോഹനാണ്. പ്ലാസ്റ്റിക് ഉപയോഗം അതെങ്ങനെയാണ് നമ്മൾ അത് പരിസര മലിനീകരണത്തിന് അത് നമ്മൾ ദുരുപയോഗിച്ച് പരിസര മലിനീകരണം ഉണ്ടാക്കാൻ പാടില്ല, എങ്ങനെ പരിസരം ശുദ്ധിയായിട്ട് വെക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡോക്ടർ ലക്ഷ്മി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ലക്ഷ്മിക്കും സമിതിയുടെ പേരിൽ
നന്ദി അറിയിക്കുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി നമ്മൾ പറയേണ്ടത് നമ്മുടെ ഭഗവാന് ഇങ്ങനെ ഒരു അവസരം നമുക്ക് തന്നതിന് ഭഗവാന്റെ പാദങ്ങളിൽ കോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. പിന്നെ നമ്മുടെ സമിതി ഭാരവാഹികൾ, നമ്മുടെ സമിതി കൺവീനർ തമ്പി സാറ്, ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച സായി കിരൺ, സനൽ, മറ്റ് ഗുരുക്കന്മാർ, കുട്ടികൾ, അവരുടെ പേരൻസ്, മറ്റ് സായി കുടുംബാംഗങ്ങൾ എല്ലാവർക്കും സ്വാമിയുടെ പേരിൽ സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ജയ്മുഖിയും സായി കീർത്തനയും അവർ രണ്ടുപേരുമാണ് നിങ്ങളെ ഇന്ന് ഗെയിംസ് എല്ലാം കളിപ്പിച്ച് നല്ല എൻജോയ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ എല്ലാവരും ചേർന്ന് ഇപ്പോൾ കൺവീനർ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞു കുട്ടികൾ എന്ത് ചോദിച്ചാലും സ്വാമി തരുമെന്ന് പറഞ്ഞില്ലേ. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഇപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ കോർഡിനേറ്റർ ഷീല മാം എന്തോ പറഞ്ഞു, നിങ്ങൾ കേട്ട നല്ല കാര്യങ്ങൾ, സ്വാമി പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ജീവിതത്തിൽ പകർത്തണം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? രാവിലെ എഴുതിച്ച ഉടനെ അച്ഛൻ്റെ അമ്മയും കാലിത്തൊട്ട് തൊഴണം, അപ്പൂപ്പനും അമ്മയുടെയും തൊഴണം. പിന്നെ കുറേ കാര്യങ്ങൾ കേട്ടില്ലേ, വേസ്റ്റ് എങ്ങനെ മാറ്റിയിടണം, മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കണം, എങ്ങനെ നമ്മൾ വളരെ സോഫ്റ്റായിട്ടും ലവായിട്ടും സംസാരിക്കണം, നന്നായിട്ട് പഠിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം, അല്ലേ? ഇങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചോദിച്ചാലാണ്, അല്ല ആര് ചോദിച്ചാലും കൊടുക്കുമോ സ്വാമി? ഇല്ല. അങ്ങനെ ചോദിച്ചാൽ തന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ സ്വാമി പറയുന്നത് കേൾക്കുന്നില്ല എന്നാണ് അർത്ഥം. സ്വാമി പറയുന്നതൊക്കെ കേൾക്കുന്ന കുട്ടികൾ എന്ത് ചോദിച്ചാലും കൊടുക്കും. അതാണ് ഇവിടെ വന്ന ഡോക്ടർ ലക്ഷ്മി, മനോജ് മോഹൻ, ശാരദ രാജാപ്രതാപ്, ഇവരെല്ലാം നല്ല നിങ്ങളെപ്പോലെ ബാലവികാസ് കുട്ടികളായി ഇപ്പോൾ സമൂഹത്തിൻ്റെ നല്ല നിലയിലെത്തി ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നവരാണ്. അവർ പറയും എന്ത് ന്യായമായി എന്ത് ചോദിച്ചാലും സ്വാമി എന്ത് ചെയ്യും, അവർക്ക് കൊടുക്കും. ആവശ്യമായിട്ടിരിക്കുകയാണ്. എല്ലാ ഗുരുസിനോടും പറയാനുള്ളത് ഈ മൊമെൻറ്റം ഇങ്ങനെ കൊണ്ടുപോകാന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഈ വരുന്നു അടുത്ത ആഴ്ചകളിൽ നമുക്ക് നമ്മുടെ ഈശ്വരാമ്പ വാരാഘോഷം കാര്യങ്ങൾ വരുന്നു. ഇത് കൂടാതെ എല്ലാവരോടും എൻ്റെ ഒരു റിക്വസ്റ്റാണ്, പറ്റുന്നുണ്ടെങ്കിൽ മന്ത്ലി വൺസ് കുട്ടികൾക്ക് എല്ലാവർക്കും സമിതിയിലൊന്ന് വരാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ ഒരു സെഷൻ ഒന്ന് നടത്തിക്കൊണ്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂറ്റി കിട്ടും. ഇപ്പം നമ്മൾ കണ്ട പിള്ളേരെ ഇനിയിപ്പോൾ അടുത്ത വർഷം കാണത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. ഒരു കണ്ടിന്യൂറ്റി വേണം. ഇപ്പം നമുക്ക് തന്നെ ഒരു 2 മാസം ആക്റ്റീവ് ആവാതിരുന്ന് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് അറിയാമല്ലോ. പിന്നെ തിരിച്ചു വരാൻ എന്തും പാടാണ്.